ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ 8 മണിക്കാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ വാഗമണിക്കാണ് അടുത്ത യാത്ര. ഇനി 8 മണി വരെ ഇവിടെ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോയി. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ട്. അതാണ് കാണുന്നത്. ഇവിടെയൊക്കെ വെളിച്ചായി വരുന്നുള്ളൂ. ഒരു 6:45-7 മണി ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ പോയ സ്ഥലങ്ങളാണ് ഈ ബോർഡിൽ കാണുന്നത്. ഇവിടേക്കൊക്കെയാണ് ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കൂടുതലായിട്ടും ഈ പൂക്കളാണ് വഴിയരികിൽ കാണുന്നത്. ഈ ഒരു പൂ കണ്ടോ, ഇത് ഒരു വീടിനോട് ചേർന്നിട്ട് റോഡ് സൈഡിലായിട്ട് നിൽക്കണത് കണ്ടതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ബ്രഷിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ അതിൻ്റെ ഒരു കൊമ്പ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് റോഡ് സൈഡിൽ നല്ല റെഡ് കളറിലുള്ള ഈ പൂക്കൾ കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലും കാണുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വളരുന്ന, എവിടെയായാലും നട്ടാൽ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെയും കുറച്ച് കമ്പുകളൊക്കെ മുറിച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോണത്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ കാണുന്ന ചെടികളൊക്കെ ഞാൻ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എവിടെ പോയാലും ചെടികൾ ചോദിച്ച് വാങ്ങാൻ എനിക്ക് ഒരു മടിയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നല്ല റെഡ് കളറിലുള്ള ഡാലിയ പൂക്കൾ, പിന്നെ വൈറ്റ് കളറിലുള്ളൊരു വേറെ തരം പൂവ്, അങ്ങനെ 2-3 ചെടികൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും വെള്ളയപ്പം ഉണ്ടായിരുന്നു, പിന്നെ പൂരി ഉണ്ടായിരുന്നു. അതിലേക്ക് കടലക്കറി മസാലക്കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരുന്നു. ഞാൻ പുട്ടൊന്നും അധികം കഴിക്കാത്തതാണ്, എന്നിട്ടും ഞാനൊരു ചെറിയ കഷ്ണം പുട്ട് കഴിച്ചു. കാരണം അത്രയും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുത്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു യാത്രയ്ക്ക് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് വാഗമണിലേക്കാണ്. അവിടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം രാത്രിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് തിരിക്കും. എൻ്റെ കയ്യിൽ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ചെടികളുണ്ട്. ഇനി അത് വാടാതെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ദൗത്യം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു മഹാനായൊരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ പകർത്തിയ ഒരുപാട് മനോഹരങ്ങളായ ചിത്രങ്ങളാണോ ഇതെന്ന് തോന്നി എനിക്ക്. അത്രയും മനോഹരമായ സ്ഥലങ്ങൾ, കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. കഴിഞ്ഞ വീഡിയോയിൽ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് റൂമിൽ എത്തുന്നത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ളതൊന്നും എടുക്കാനായിട്ട് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു റൂമിൽ ഒത്തുകൂടി. അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പാട്ട് പാടുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ അമ്മയും നല്ലപോലെ പാട്ട് പാടും. അപ്പോൾ അവരുടെ പാട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും അവരവർക്ക് അറിയുന്ന രീതിയിലുള്ള കലാപരിപാടികളൊക്കെ ചെയ്തു. അതിലേറ്റവും ആകർഷണം എന്ന് പറയുന്നത് ഗൗരിയുടെയും നന്ദനയുടെയും പാട്ടായിരുന്നു. നന്ദിനി, ആ 2 കുട്ടികളും നല്ല പോലെ പാട്ട് പാടുന്ന കുട്ടികളാണ്. അവരുടെ അമ്മ സബിത ചേച്ചിയും അതുപോലെ തന്നെ നന്നായിട്ട് പാട്ട് പാടുന്നൊരു ചേച്ചിയാണ്. യാത്രയിൽ നല്ല അടിച്ചുപൊളി പാട്ടുകൾ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ ഗൗരിയുടെയും നന്ദിനിയുടെയും പാട്ടുകളും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ അതിമനോഹരമായ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു.
അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം ഒരു 11:30 കൂടിയിട്ട് ഞങ്ങൾ വാഗമണിൽ എത്തിയിട്ടുണ്ട്. സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഇവിടെയുണ്ട്. എവിടെ നോക്കിയാലും പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികൾ മാത്രമാണ്. വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഉള്ളിലൊരു പാർക്കുണ്ട്. അതുപോലെ ഒരുപാട് റൈഡുകളും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ പൂന്തോട്ടങ്ങൾ കാണാനുണ്ട്. നിറയെ ചെടികളും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പൂന്തോട്ടങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മുട്ടക്കുന്നുകളാണ്. വാഗമൺ കുന്നുകൾ. വാഗമൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കുന്നുകളാണ് അവിടെ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളകത്ത് കയറിയിട്ടുണ്ട്. അവിടെ പാർക്കിലേക്ക് കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതുപോലെ ഓരോ റൈഡിലും കയറാനായിട്ട് പ്രത്യേകം ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്. വാഗമണിൽ വളരെ വലിയൊരു പ്രത്യേകതയാണ് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടത്തേക്കുള്ള ടിക്കറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആഗ്രഹമായിരുന്നു അതിൽ കയറണമെന്ന്, പക്ഷേ കയറാനായിട്ട് സാധിച്ചില്ല. 5 മണി വരെയാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം. 5 മണി വരേക്കുള്ള ടിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നിന്ന് നമുക്ക് കാണാനൊക്കെ സാധിക്കും. അടുത്ത് പോയി കാണാൻ പറ്റി, അതല്ലാതെ അതുമേലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്താ പറയുക, ഈ കാണുന്നത് ഒരു ഊഞ്ഞാലാണ്. ശരിക്കും നമുക്ക് അനന്തതയിലേക്ക് ഊഞ്ഞാലിടാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഇവിടെ. കണ്ടാൽ നമുക്ക് പേടിയാവും. അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനൊക്കെ പേടിച്ച് എൻ്റെ ശ്വാസം പോവും. അത് കാരണം ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയില്ല. ശരിക്കും അതിൽ കയറിയിരുന്ന് ആടിക്കഴിഞ്ഞാൽ സ്പേസിലേക്ക് പോകുന്നൊരു ഫീലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കണ്ടോ, വളരെയധികം സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഊഞ്ഞാലാട്ടം ഇവിടെ നടക്കുന്നത്. എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പേടി തോന്നും. അപ്പോൾ അതിലിരിക്കുന്നവരുടെ ഒരവസ്ഥ ഒന്ന് ഊഹിച്ച് നോക്കൂ. അതിൻ്റെ താഴെ പോകുന്ന ഭാഗം അടിയിലേക്ക് വലിയൊരു താഴ്വരയാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു റൈഡിലൊക്കെ കയറാനായിട്ട് പറ്റുള്ളൂ. ഞാനിതുപോലെ വണ്ടർലായിൽ പോയിട്ട് 1-2 റൈഡിലൊക്കെ കയറിയിട്ട് പേടിച്ച് ബോധം കെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടാൽ ആ ഭാഗത്തേക്കേ പോകാറില്ല. ആ കാണുന്നത് കമ്പി വലിച്ചു കെട്ടിയിട്ട് അതിലൂടെയുള്ള സൈക്ലിംഗ് ആണ് കേട്ടോ. ഈ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെയും കമ്പിയാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു കമ്പി പോലെ ഒരു വള്ളി പോലെ കാണുന്നതിൻ്റെ മേലെ കൂടെ സൈക്കിൾ ചവിട്ടി വരുന്നതാണ് ആ കാണുന്നത്. ഞങ്ങളവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് കണ്ടു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ തന്നെ താഴെയായിട്ടൊരു വലിയൊരു തടാകമുണ്ട്. അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേര് പാരാഗ്ലൈഡിങ് നടത്തുന്നുണ്ടായിരുന്നു. പാരാഗ്ലൈഡിങ് എന്ന് പറയുന്നത് പാരച്യൂട്ട് പോലുള്ളൊരു സംഭവമാണ്. പാരാഗ്ലൈഡ് എന്നാണ് അതിന് പറയുക. അതിൽ കയറിയിട്ട് വായുവിലൂടെ പറന്ന് നടക്കുന്നതാണ് പാരാഗ്ലൈഡിങ്. അത് കൂടുതലും വാഗമണിയിൽ തന്നെയാണെന്ന് തോന്നുന്നു അത് നടത്തുന്നത്. വേറെ എവിടെയും അധികം കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറവായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും
ഞങ്ങൾ പോയില്ല. പിന്നെ ഈ കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ കുറേ പാലങ്ങൾ കണ്ടു. അത് പല ഷേപ്പിലുള്ളതാണ്, കമാനാകൃതിയിലുള്ളതും നേരെ നടന്നു പോകാൻ സാധിക്കുന്നതായിട്ടുള്ള കുറേ പാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഇപ്പോൾ പോണത്. ഈ ഒരു ആർച്ച് ഷേപ്പിലുള്ള പാലത്തിൽ കയറാനായിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ പാറക്കെട്ടുകളും പാറക്കല്ലുകളൊക്കെ ഉണ്ട്. അതുപോലെ നിരപ്പായൊരു സ്ഥലമല്ല, ഒരു ഇറക്കം മാതിരിയാണ്. അപ്പോൾ കല്ലൊക്കെ തട്ടിത്തടഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കാലൊക്കെ പെറുക്കി വെച്ച് വളരെ ശ്രദ്ധിച്ചാണ് താഴത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ പാലത്തിൽ കയറിയിട്ടുണ്ട്. കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നിയാലും ഇതിലൂടെ നടക്കാൻ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ നടക്കണം. ഇതിൻ്റെ ഈ ഒരു ആർച്ച് ഷേപ്പാണ് കേട്ടോ അതിൻ്റെ കാരണം. എന്നാലും എല്ലാവരും അതിൽ കയറി നല്ല രസകരമായിരുന്നു. നമുക്ക് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇറങ്ങാനും വളരെ ഈസിയാണ്. കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഈ പൂക്കൾ ഞാനിത് റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഈ പൂക്കൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ റീലിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല ആരുടെ കയ്യിൽ നിന്നും. ഇത് റോക്സിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്നൊരു ചെടിയാണ് കേട്ടോ. അതിൽ ഉണ്ടായ പൂക്കളാണ് അത്. കണ്ടാൽ ഓർക്കിഡ് പൂക്കളെ പോലെയൊക്കെ തോന്നും. നല്ല വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ്. പക്ഷെ അതിൻ്റെ ഇലയൊന്നും അതിൽ കാണാനായിട്ട് സാധിച്ചില്ല. പാറയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന രീതിയിലാണ് കണ്ടത്. അത് ഈ പാലത്തിൻ്റെയൊക്കെ അടിയിലായിട്ട് പാറയിലാണ് കേട്ടോ അത് കണ്ടത്. വളരെ റിസ്ക് എടുത്ത് അതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ഞാനത് കളക്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ മൊത്തം ഈ ഒരു ചെടിയാണ് കൂടുതലും. ആ പൂക്കൾ ഞാൻ കാണിച്ചില്ലേ, കുറുന്തോട്ടി വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയാണെന്നാണ് എനിക്ക് തോന്നിയത് അത്. പിന്നെയും കുറേ കാട്ടുചെടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാറ്റിലും നിറയെ പൂക്കളായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ വേറൊരു ചെടി ഞാൻ കാണിക്കാൻ മറന്നുപോയി. അത് നമ്മുടെ മെലാസ്റ്റോമയുടെ സെയിം പൂക്കളാണ് കാണുമ്പോൾ. പക്ഷേ ഇലയ്ക്കും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ചെടി മൊത്തത്തിൽ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പൂക്കൾ കണ്ടാൽ ശരിക്കും മെലാസ്റ്റോമ പോലെ തന്നെ. അത് ഈ പാലത്തിൻ്റെ അടിയിൽ തന്നെയായിട്ടാണ് കണ്ടത് കേട്ടോ. അവിടേക്ക് ഇറങ്ങി ചെന്ന് അത് പറിച്ചെടുക്കാനുള്ള അത്രയും നമുക്ക് പറ്റിയില്ല. അവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല റൈഡുകളും കാര്യങ്ങളും അതൊക്കെയാണ് ഈ കാണുന്നത്. പാലം കടന്ന് നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. കുറേ കുട്ടികൾ അവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. പിന്നെ നേരെ ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ എല്ലാം നടന്ന് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വാഗമൺ മീഡോസ്, അവിടേക്കാണ് നമ്മൾ പോണത്. കുട്ടികളെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൈഡുകളിലൊക്കെ കയറിയേനെ. അവർക്ക് ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയേനെ. കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് ഇവിടെ പാരാഗ്ലൈഡിങ് നടത്തുന്നത് കണ്ടു എന്ന്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങാണ്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞില്ലേ വാഗമൺ മീഡോസ് കാണാനാണ് പോണത്. പുൽമേടുകളാണ്, വലിയ കുന്നുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ മുമ്പായിട്ട് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അവിടെ മിക്കവരും ബിരിയാണിയാണ് കഴിച്ചത്. ഞങ്ങൾ ഊണാണ് കേട്ടോ കഴിച്ചത്. കുറേ പേർക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോറും കറികളാണ് കഴിച്ചത്. ഞാനും ചേട്ടനും ചോറും കറിയാണ് കേട്ടോ പറഞ്ഞത്. ചേട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഒരുവിധം മടുപ്പായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ആൾക്ക് ചിക്കൻ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതാണ്. ബിരിയാണി പറഞ്ഞവർക്കൊക്കെ വേഗം തന്നെ ഫുഡ് വന്നു. മീൽസ് പറഞ്ഞവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മീഡോസ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും
ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇരുവശത്തും ഇതുപോലെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് വളർത്തിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. നീണ്ട ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ പുൽമേടുകൾ കാണുന്നത്. ഈ വഴി കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. രണ്ട് സൈഡിലും ഈ ഗ്രീൻ കളറിലും റെഡ് കളറിലും ലീവ്സ് വരുന്ന ഈ പ്ലാന്റ് ഇങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇത് യൂജീനിയ പ്ലാന്റ് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല കണ്ടിട്ട് ഏകദേശം അതുപോലെ തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഫൊട്ടീനിയ പ്ലാന്റ് ആയിരിക്കണം. അതും ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതിനാണ് കൂടുതലും റെഡ് കളറിലുള്ള ലീവ്സ് വരുന്നത്. ഇത് നല്ല റെഡ് കളറിലുള്ള ലീവ്സാണ് അറ്റത്തേക്ക് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഫൊട്ടീനിയ, റെഡ് റൂബി എന്നൊക്കെ പേരിൽ ഇതേപോലെയുള്ള പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്. അതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്ലാന്റ്സ്. ഇങ്ങനെ ഒരുപാട് ദൂരം, ഒരുപാട് സ്ഥലത്തായിട്ട് ഈ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മോനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ചെറിയ മോൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്തിരുന്നു. ചില സമയത്ത് റേഞ്ച് കിട്ടാതെയൊക്കെ സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അവന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്താ കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു വണ്ടിയാണ് മൂപ്പർക്ക് എപ്പോഴും ഇഷ്ടം. ഒരു വണ്ടിപ്രാന്തനാണെന്ന് തന്നെ പറയാം. എത്ര വണ്ടികൾ കിട്ടിയാലും വണ്ടിയോടുള്ള ഒരു ഇഷ്ടം പോവില്ല. വീണ്ടും വീണ്ടും പുതിയ വണ്ടികൾ. അതേപോലെ നമ്മുടെ റോഡിലൂടെ പോകുന്ന ഒട്ടുമിക്ക വണ്ടികളുടെയും പേരൊക്കെ അറിയാം കേട്ടോ ആൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു കാറാണ് വാങ്ങിച്ചത്. അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കാറ് വാങ്ങിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ പുൽമേടുകൾ കാണാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കുന്നാണ് കേട്ടോ ഇപ്പോൾ കയറുന്നത്. ഇവിടുത്തെ 1-2 കുന്നുകളൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു. നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ്, പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. വലിയ മരങ്ങളൊന്നുമില്ലാതെ കണ്ടോ ഈ ഒരു ഷേപ്പിലുള്ള കുന്നുകൾ, അതിൽ നിറയെ പുല്ല് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയണത്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാഴ്ചകൾ കാണാൻ വളരെ രസമാണ്. അതുപോലെ മഴയൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നിറയെ ചെളിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ചെന്ന കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് നടക്കാനും ഒക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. ഓരോ സ്ഥലത്തും ഒരുപാട് ആളുകൾ കാഴ്ചകൾ കാണാനായിട്ട് കയറിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ പട്ടം പറത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു കുന്നിൻ്റെ താഴ്വാരത്തിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ കുട്ടികൾക്ക് ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് നല്ല രസമായിട്ട് കാലുകൊണ്ട് തന്നെ തുഴഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ബോട്ടുകളാണ് കേട്ടോ അതിൽ. കുട്ടികളുമായി വന്നിട്ടുള്ള കുറേ പേര് ആ പൂളിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പിന്നെ കുറേ കുട്ടികൾ അതിൽ, കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൂളാണ് കേട്ടോ അത്. പിന്നെ കുറേ പേര് ഇവിടെ നിന്നുകൊണ്ട് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ കുട്ടികളുടെ പ്രകടനങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ചേട്ടൻ കൂടുതൽ സമയവും അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. ഞാനാണെങ്കിൽ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കോടമഞ്ഞ് ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് കണ്ടോ കുറേ പേര് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പുറത്തെ സൈഡിലൂടെ കണ്ടോ കോട ഇറങ്ങി വരുന്നത്. പെട്ടെന്നൊരു ഇരുട്ടായി തുടങ്ങുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെ 2-3 പുൽമേടുകളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. നന്നായി കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു ചെടി കണ്ടത്. അതിലുള്ളൊരു ഫ്രൂട്ട് നോക്കിയേ, ചെറുതാണ് കേട്ടോ, നല്ല മഞ്ഞ കളറിൽ. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ ചെറിയൊരു തക്കാളി പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. അതിൻ്റെ തന്നെ പഴുക്കാത്തത് നല്ല ഗ്രീൻ കളറിൽ ആ ചെടിയിൽ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്തത് ഈ ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. ഞാനൊരു ചെറിയ പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അവിടെയുള്ള പൂക്കൾ, അവിടെയുള്ള ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ചെറിയ ചെടികൾ, അതൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. കുറച്ച് ദൂരം ഈ വഴിയിലൂടെ നടന്ന്, നമ്മൾ വന്ന വഴി തന്നെയാണ്, അതിലൂടെ നടന്നിട്ട് താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ചേട്ടൻ ആകെ ഒരു ജോഡി ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന്. ആൾക്ക് കൂടുതലും താല്പര്യം വൈറ്റ് കളറ് ഷർട്ടിനോടാണ്. അത് ഒരു 3-4 എണ്ണം ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴും 2 വൈറ്റ് കളർ ഷർട്ടും 2 മുണ്ടുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ തലേദിവസത്തെ ഡ്രസ്സ് കണ്ടാലും ഇന്നത്തെ ഡ്രസ്സ് കണ്ടാലും രണ്ടും ഒന്നാണെന്ന് തോന്നും, പക്ഷെ രണ്ടും രണ്ടാണ്. ഞാനത് പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 6:30-7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ നിറയെ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ മേലെ കാണുന്നത് എന്തോ ഒരു പ്രത്യേക തരം കേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. ഏകദേശം സോന പപ്ഡിയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. അതിനിടയിൽ ചേട്ടന് നല്ല ക്ഷീണമായി, അപ്പോൾ ആളുടെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പുളി മധുരമുള്ളൊരു ടേസ്റ്റാണല്ലോ. ഇത് മോൾക്ക് ആണ് കൂടുതലിഷ്ടം. പിന്നെ ചോക്ലേറ്റ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ആ കവറിൽ കാണിച്ചത് തേൻനെല്ലിക്കയായിരുന്നു. തേൻനെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളത് മുൻപ് വയനാട്ടിൽ ഒരു വട്ടം ടൂർ പോയപ്പോൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാനതൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. പാക്കറ്റല്ല, അതൊരു ബോട്ടിലായിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരാണ്. ഇനി നമുക്ക് തൊടുപുഴയിലെത്തിയിട്ട് ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, ആ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഡിന്നർ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് ഡിന്നർ കഴിച്ച് നേരെ വീട്ടിലേക്ക്.
വണ്ടിയിൽ ഗൗരിയുടെയും നന്ദിനിയുടെയും പാട്ടുണ്ടായിരുന്നു. തിരിച്ചുവരവ് ഒരാഘോഷമാക്കിക്കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ തൊടുപുഴയിലുള്ള ഹോട്ടൽ 4 സീസണിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഡിന്നർ കഴിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഡിന്നറിന്. എനിക്ക് ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ചില്ലി ഗോപിയായിരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു ചപ്പാത്തിയെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഞാനത് മുഴുവനും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ഇതാ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട്. ഓരോ ഫാമിലി ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ദിവസത്തെ ആ ഒരു യാത്ര ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അവസാനം എല്ലാവരും ഇറങ്ങാറായപ്പോൾ എല്ലാവർക്കും ഒരു വിഷമായിരുന്നു. എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റോപ്പുകളിലായിട്ട് ഇറങ്ങിത്തുടങ്ങി. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ തൊട്ട് മുൻപത്തെ സ്റ്റോപ്പിലായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങാനുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. ഞാനും ചേട്ടനും ഇവിടെ ഇറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് റോഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നടക്കാനൊന്നുമില്ല. റോഡിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അങ്ങനെ 2 ദിവസത്തെ ഈ ഒരു യാത്ര ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.